ഒന്ന് പോട ചെറുക്ക, നീ വണ്ടി തിരിച്ച് പോകാം. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി ബുള്ളറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു. കാശി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അല്ല ചേച്ചി, നിനക്ക് വണ്ടിയിലിരിക്കാൻ പേടിയുണ്ടോ? എന്തിന്? ഞാൻ കോളേജ് ആയിരുന്ന കാലത്ത് എൻ്റെ സിദ്ധുക്കുട്ടനും ഞാനും ബുള്ളറ്റിലാണ് പോവാ, അവൾ പറഞ്ഞു. സിദ്ധുക്കുട്ടനോ? കാശി ഒരു സംശയഭാവത്തിൽ ചോദിച്ചു. യെസ്, സിദ്ധാർത്ഥ മേനോൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. സിദ്ധുവിനെ പറ്റി പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവനെ പറ്റി കോളേജ് എത്തുന്നവരെ വാ തോരാതെ സംസാരിച്ചു. കോളേജിൻ്റെ മുന്നിൽ കാശിയെ കാത്തു നിൽക്കുവാണ് രണ്ടെണ്ണം. കോളേജ് ഗേറ്റ് കടന്നു വരുന്ന കാശിയുടെ ബുള്ളറ്റും അതിന് പിന്നിലിരിക്കുന്ന പാറുവിനെയും കാണി ദേവുവിൻ്റെയും ശ്രീകുട്ടിയുടെയും കിളികൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അവർ കാശിയുടെ അടുത്ത് പോയി. ഗുഡ് മോർണിംഗ് മിസ്. പെട്ടെന്ന് പിന്നിലേക്ക് കേട്ട ശബ്ദത്തിൽ പാറു ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു ഇളിച്ചു നിൽക്കുന്ന രണ്ടെണ്ണത്തിന്. ഗുഡ് മോർണിംഗ്, അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ കാശിക്ക് നേരെ തിരിഞ്ഞു. കിച്ചു, ചുറ്റിക്കറാതെ ക്ലാസ്സിൽ കയറാൻ നോക്ക്. പിന്നെ ബുള്ളറ്റിൻ്റെ കീ ഇങ്ങ് തന്നെ, ഞാൻ വെച്ചോളാം, ഗൗരി ഒരു ശാസനയോട് പറഞ്ഞു. ചീച്ചി, കാശി അപേക്ഷ ഭാവത്തിൽ വിളിച്ചു. വേണ്ട, അവൾ കടിപ്പിച്ചു പറഞ്ഞു. അവൻ മനസ്സില്ല മനസ്സോടെ അവളുടെ കയ്യിൽ കീ കൊടുത്തു. പാറു തിരിഞ്ഞ് നടന്നു. ഡാ കാശി, മിസ് എന്താ നിൻ്റെ ഒപ്പം? പാറു പോയ വഴിയെ ശ്രീകുട്ടി ചോദിച്ചു. ഡി, മിസ്സിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ്, കാശി ചിരിയോടെ പറഞ്ഞു. അപ്പുറത്തെ വീടെന്ന് പറയുമ്പോൾ പുതുക്കോട്ട മനയിലോ? ദേവാതിശയത്തോടെ ചോദിച്ചു. അതെ. അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. മഹി, എന്തോ ആലോചനയിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോട് നിൽക്കുന്ന മഹിയെ കിച്ചൻ വിളിച്ചു. അവൻ മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളൂ. എന്താടാ, എന്തോ പറ്റി? അജ്മലായിരുന്നു. പ്രഭാകർ ആൻഡ് ഹിസ് ഗ്രേറ്റ് അഡോപ്റ്റ് സൺ നിരഞ്ജൻ, മഹി ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. ആ സമയം അവനിൽ നിറഞ്ഞെന്നത് എന്താണെന്ന് വിവരിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു. മഹി, ആർ യു സീരിയസ്? അവൻ അതിശയത്തിൽ ചോദിച്ചു. മഹി ഒന്ന് മൂളി. ഡാ, ബട്ട് നീ എങ്ങനെ? അജു സംശയരൂപേണ ചോദിച്ചു. അവൻ കാശിക്ക് നേരെ ആദ്യത്തെ അമ്പ് തൊടുത്തു. അത് പറയുമ്പോൾ മഹിയുടെ കണ്ണിൽ ചുവപ്പ് രാശി പടർന്നു. എടാ കാശി, കിച്ചൻ ആകുലതയോടെ ചോദിച്ചു. ഏയ്, അവനൊന്നും പറ്റില്ല, മഹി പറഞ്ഞു. ഡാ മഹി, പാറുവോ? ദേവൻ്റെ ആയിരുന്നു ചോദ്യം. പേടിക്കണ്ട, അവൾക്കും കാശിക്കും ചുറ്റും ഹൈ സെക്യൂരിറ്റിയാണ്. മഹി, എന്നാൽ സൂക്ഷിക്കണം. ജോൺ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. എൻ്റെ 8 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവാ. എനിക്കറിയണം അവർ എവിടെയാണെന്ന്. അതിനുള്ള ആയുധമാണ് ഗൗരി പാർവതി എന്ന അവൻ്റെ പ്രണയം. എൻ്റെ ആവശ്യം കഴിയുന്നവരെ മാത്രം അവളെ ഞാൻ ജീവനോടെ വെക്കും. അവൻ്റെ മുഖത്ത് പൈശാചികമായ ഒരു പുഞ്ചിരി വിടർന്നു. മഹി, അപ്പോൾ നീ അവളെ കിച്ചന്? വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നീ ഊഹിച്ചത് തന്നെ. എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഞാൻ അവളിങ്ങനെ അടിപ്പിച്ചേക്കണേ. അവളുടെ ഒരു ദൈവട്ടൻ പെണ്ണെന്ന വർഗത്തോട് തന്നെ എനിക്ക് വെറുപ്പാ. കുറച്ച് ക്യാഷ് കണ്ട അവളുമാർ പോവും, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് വിധുവിനെയും ആദിനെയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. അതിനു മുന്നിൽ എന്ത് തടസ്സമായി വന്നാലും വെട്ടി മാറ്റിയിരിക്കും ഈ മഹാദേവ വസിഷ്ഠ. അവർ വളർന്നിട്ടുണ്ടാവില്ലേ മഹി? 8 വർഷമായില്ലേ? നമ്മുടെ അമ്മയെപ്പോലെ സുന്ദരിയായിരിക്കും. കിച്ചൻ്റെ കണ്ണിൽ നേർത്തിളക്കം കണ്ടു. എന്താടാ കിച്ച, സെൻഡി ആവണേ? മഹി അവൻ്റെ വാരിൽ പഞ്ച് ചെയ്തു പറഞ്ഞു. എടാ മഹി, എന്നാലും പാറുവിൻ്റെ ജീവിതം വെച്ച് വേണോ? ഒന്നും അറിയാതെയോ? അവൾക്ക് വേണ്ടിയാ അവൻ അമ്മൂനെയും വിധുവിനെയും മറവ് ചെയ്തേക്കുന്നത്. പാറുവിന് വേദന ചുറപ്പാണ്. നിരഞ്ജൻ അവൻ്റെ തന്തപ്പടിക്കും വേദനിക്കും. അതെനിക്ക് കാണണം. അയാൾ നരകിച്ച് മരിക്കുന്നത് അവർ കാരണം എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. അജു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ മഹി ദേഷ്യത്തോട് അലറി. അവൻ്റെ ഭാഗം അറിയാവുന്ന കൊണ്ട് പിന്നീട് ആരും ഒന്നും പറഞ്ഞില്ല. എന്നിരുന്നാലും കിച്ചന് മനസ്സ് നീറുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ ജീവനാണെങ്കിൽ മറുഭാഗത്ത് തൻ്റെ പെങ്ങളും. നിരഞ്ജ, ഒരിട്ട് നിറഞ്ഞ മുറിയിൽ കയറി അയാൾ വിളിച്ചു. ഏറെ നേരം കഴിഞ്ഞതും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം പ്രതീക്ഷ തന്നെയാണ്. അയാൾ വന്നെങ്കിലും അയാൾ വശ്യമായ ഭയം ഉടലെടുത്തു. നിരഞ്ജ, അയാൾ വിളിച്ച് പൂർത്തിയാക്കും മുന്നേ ആ ഇരുട്ട് മുറിയിൽ വെളിച്ചം പരന്നു. അയാൾ ആ റൂം മുഴുവനൊന്ന് കണ്ണോടിച്ചു. ചുമരിൽ നിറയെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതിന് നടക്കായി അവൻ ഇരിക്കുന്നു. നിരഞ്ജ മോനെ, അയാൾ വേഗം അവനോടത്തേക്ക് ഓടി അവൻ്റെ തോളിൽ കൈവച്ചു. ജസ്റ്റ് സ്റ്റേ അവേ ആൻഡ് ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. അവൻ്റെ അലർച്ച കേട്ട് അയാൾ വന്ന പാടെ പുറകോട്ട് പോയി. നിരഞ്ജ, നിനക്കിത് ഭ്രാന്ത് പിടിച്ചു? അയാൾ എവിടെ നിന്നൊക്കെയോ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത്. എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയത് എനിക്കറിയാം. അവൻ അവളെ വെച്ച് അവരെ കണ്ടുപിടിക്കാൻ നോക്കുക. വീട്ടില്ല ഞാൻ. മഹാദേവനെ അവൻ എന്തൊക്കെയോ പുലമ്പി. നിരഞ്ജ, നീ അവരങ്ങ് കാണിച്ചു കൊടുക്ക്.
മഹാദേവൻ അത്ര നിസ്സാരക്കാരനല്ല. എല്ലാവരും അവൻ വെറും കവലച്ചട്ടമ്പിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞു, വിൽ യു സ്റ്റോപ്പ് ഇറ്റ് അങ്കിൾ? താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി. തൻ്റെ ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇപ്പം എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടാൻ പോവാ. എന്ത് നഷ്ടപ്പെട്ടാലും വിടില്ല. ഗൗരി എനിക്ക് വേണം. സംഭവിക്കരുത്. സേവരനെ വിളിച്ച് പറഞ്ഞേക്കും മോർണിംഗ് ഫ്ലൈറ്റിൽ പുറപ്പെടാൻ. അവൻ പറഞ്ഞു, ഇല്ല അങ്കിൾ, എൻ്റെ ജീവൻ വായുന്നിടത്തോളം കുഞ്ഞ് സേഫാണ്. അവൻ പറഞ്ഞു തീർന്നതും ഫോണിൽ ഒരു കോൾ വന്നു. കോൾ എടുത്തിട്ട് മറുപുറത്തു നിന്നും ഒരു മൂളിപ്പാട്ട് മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഹലോ, ഹൂ ദ ഹെൽ? ഷൗട്ട് ചെയ്യാതളിയാ. മറുപുറത്തുനിന്നുള്ള ശബ്ദം തിരിച്ചറിയാൻ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല നിരഞ്ജന്. അളിയനോ? ഏത് വകയിലട ഞാൻ നിന്റെ അളിയനുമാവുന്നത്? നിരഞ്ജൻ കയറി ചൂടായി. അതെങ്ങനെ ശരിയാവും? ഭാര്യയുടെ ആങ്ങളെ അളിയനല്ലേ? അവൻ പുച്ഛത്തോടെ അതിലേറെ പരിഹാസത്തോടെ ചോദിച്ചു. ഡാ, പാറുവിന്റെ നിഴൽ പോലും നിന്നെ തൊടാൻ സമ്മതിക്കില്ല ഞാൻ. നിരഞ്ജൻ പിന്നെയും ചൂടായി. ആ ഹലറാതളിയാ, നിനക്ക് ഒരു കാര്യം അറിയോ? ഒരാളെ മെന്റലി ആൻഡ് ഫിസിക്കലി എന്തിനാണ് തകർക്കാൻ കഴിയുന്നെന്ന്? സ്നേഹം നടിച്ച് ചതിക്കുമ്പോൾ നിന്റെ പ്രണയം ഏതാനും ദിവസങ്ങൾക്കകം ആ വേദന അറിയാൻ പോവാ. പിന്നെ നീ എൻ്റെ കല്യാണത്തിന് വരണം. അവനൊരു പ്രത്യേക ഇനത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ ഡിസ്കണക്റ്റ് ആക്കി. എൻ്റെ പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ബാക്കി വെച്ചില്ല നോയിൻ്റെ. നിരഞ്ജൻ ദേഷ്യത്തിൽ പറഞ്ഞു. കോൾ അവസാനിച്ചതും മാഹി മറ്റു 4 പേരെ നോക്കി. അവരാണിൽ ദയനീയാവസ്ഥയിൽ നിൽക്കുവാണ്. മാഹി, വേണ്ടടാ, ഒന്നും അറിയാത്ത പാറുവിനെ, കിച്ചു പറഞ്ഞു. എന്നാൽ ജോൺ അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ടെന്ന രീതിയിൽ തന്നെ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ നിന്നൊരടി ഞാൻ പിന്നോട്ട് പോവില്ല. മാഹി കിച്ചനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. കിച്ച, എനിക്ക് അവളെ വേണം. അവൾക്ക് വേണ്ടിയാ അവനെൻ്റെ വിധുവിനെയും അമ്മൂനെയും വിറ്റത്. അതേപോലെ അവൻ്റെ കുഞ്ഞിയെയും. ഇന്ന് വൈകിട്ട് മനയിൽ പോണം. മാഹി ഭാവഭേദമില്ലാതെ പറഞ്ഞു. അതിനവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? കിച്ചൻ പുച്ഛത്തിൽ പറഞ്ഞു. അവൾ സമ്മതിക്കും. അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം. മാഹി പുച്ഛത്തോടെ പറഞ്ഞു. ദേവാ, നീ എനിക്കൊരു സഹായം ചെയ്യണം. നീ ഈ കാര്യം മനയിൽ പോയെന്ന് അവതരിപ്പിക്കണം. ഇപ്പം തന്നെ ഉപമാജുവിനെയും കൂട്ടിക്കോ. ദേവനൊരു മൂളയിൽ ഒതുക്കി. കാരണം ഒരു തരത്തിലും മാഹിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനാവുന്നതല്ല. അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നും അറിയാത്തവളുടെ ജീവിതം ബലി കൊടുക്കാൻ അവളുടെ മനസ്സാക്ഷി സമ്മതിക്കില്ലായിരുന്നു. ദൈവമേ! ദേവൻ ഉമ്മറത്തുനിന്ന് നീട്ടി വിളിച്ചു. ആരാ? ഉമ്മറത്തേക്ക് വന്ന ദേവികയായിരുന്നു. ഞാനാ മുത്തശ്ശി ദേവൻ. അകത്തേക്ക് വരാവോ? അവൻ ചോദിച്ചു. വരാലോ കുട്ടി, ഇത് നിങ്ങളുടെ കൂടി വീടല്ലേ, കയറി വരൂ. അവൻ അകത്തേക്ക് കയറിയിരുന്നു. പ്രതാപും ദേവിയും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ ദേവ? പതിവില്ലാതെയുള്ള ദേവന്റെ വരവിൽ പ്രതാപ് ചോദിച്ചു. അത് പിന്നെ ദേവനൊന്ന് ശങ്കിച്ചു. അത് കണ്ട ജിടയിൽ കയറി. അത് പിന്നെ അങ്കിള്, മൈക്ക് പാറുവിനിഷ്ട, മൈക്ക് കൊടുക്കു പാറുവിനെ. അജു പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് അവിടെ മൗനം തളങ്ങിയിട്ട് നിന്നു. എന്താ ദേവി നിന്റെ അഭിപ്രായം? പ്രതാപ് ചോദിച്ചു. അതേട്ടാ, ദേവമംഗ് നിർത്തുന്നുണ്ട് ദേവി. നീ ദേവമംഗലെന്ന് കേട്ടതും ദേവകി പറഞ്ഞു. അജു, മൈക്ക് പാറുവിന് ഇഷ്ടച്ച ഇങ്ങോട്ട് പോരാൻ പറയൂ. പാറു മൈക്കുള്ളതാ, അവനോട് പറഞ്ഞേക്കും. ദേവകി ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അമ്മേ, പാറു. ദേവി പറയാൻ തുടങ്ങിയതും ദേവിക അവരെ തുറച്ചു നോക്കി. അതോടെ പറയാമെന്ന് പകുതിക്ക് വെച്ച് നിർത്തി. സമയം കടന്നുപോയി. പാറുവും കാശിയും കോളേജ് വിട്ട് വന്നപ്പോൾ മനയിൽ നിന്നിറങ്ങി വരുന്ന മാഹിയെയും കൂട്ടരെയും കണ്ടു. അതേ പാറു, വീട്ടൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സമ്മതം പറഞ്ഞേക്കണം. മാഹി ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. പാറുവും കാശിയും എന്താണെന്നറിയാതെ പരസ്പരം നോക്കി. പാറു കയറി ചെന്നു കണ്ടു സന്തോഷത്തോടെ ഇരിക്കുന്ന 3 പേരെ. എന്താണ് മുത്തു ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം? പാറു ദേവികയുടെ തോളിൽ കൈയിട്ട് പറഞ്ഞു. സന്തോഷമുണ്ട്. പാറു, നിനക്ക് മഹി ഇഷ്ടാണോ? പെട്ടെന്നുള്ള ദേവികയുടെ ചോദ്യത്തിൽ പാറു എന്ത് പറയുന്നറിയാതെ അവളിരുന്നു. പാറുവേ, നിന്നോടാ ചോദിക്കുന്നേ, പ്രതാപ് പറഞ്ഞു. അത് പിന്നെ അമ്മാവ, എനിക്ക് ദേവേട്ടനെ അല്ല മഹിയേട്ടനെ. പാറു കിടന്ന് തപ്പി തടയാൻ തുടങ്ങി. അമ്മയുടെ പൊന്നുമോള് കിടന്നുരുളണ്ട, മഹി എല്ലാം പറഞ്ഞു. അവളുടെ തപ്പിപ്പെറിക്കൽ കണ്ട് ദേവി പറഞ്ഞു. അതമ്മേ, നിങ്ങളുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു. ജാതകം നോക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് താലിക്കിട്ട്, മുത്തശ്ശി പറഞ്ഞു. പാറു, നിനക്ക് സമ്മതമാണ് കുഞ്ഞെ? പ്രതാപ് ചോദിച്ചു. സമ്മതം മഹിയേട്ടൻ, എനിക്ക് ഇഷ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ പോയി. പാറുവിൻ്റെ മറുപടി കേട്ട് അവർ 3 പേരുടെ മുഖത്തും സന്തോഷം നീലിച്ചു. ഇന്നാണ് മഹിയുടെയും പാറുവിൻ്റെയും കല്യാണം. ജാതകം നോക്കി തീയതി എടുത്ത് തന്നെ കിട്ടിയെന്നല്ല,
കിട്ടിപ്പിച്ചെന്നാണ് പറയേണ്ടത്. മാഹി അയാളെ ഭീഷണിപ്പെടുത്തി 2 ദിവസത്തിനുള്ളിലുള്ള ഒരു മുഹൂർത്തമെടുത്തു. ആദ്യം എല്ലാവരും ഒന്ന് ശങ്കിച്ചു. കാരണം ഒരു ദിവസമെങ്കിലും കല്യാണം എന്ന ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കല്യാണ വിവരം അറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം കാശിക്കായിരുന്നു. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ മാഹിക്കും സന്തോഷമായി. പക്ഷേ അതിലുപരി സങ്കടവും. മാഹിയുടെ പട്ടാളത്തിന് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ മാഹിക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ഗോൾഡൻ കളർ കരവരുന്ന മുണ്ടും അതിനുള്ള മേൽമുണ്ടുമായിരുന്നു മാഹിയുടെ വേഷം. മുഹൂർത്തായി, കുട്ടിയെ വിളിക്കാം. സമയമായതും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. ചെറിയ രീതിയിലുള്ള വിവാഹമായിരുന്നു. പാറുവിൻ്റെയും മാഹിയുടെയും അടുത്ത ബന്ധുക്കളും ദേവൻ്റെയും അജുവിൻ്റെയും ഫാമിലിയും ചില്ലി റെഡ് കളർ സാരിയിൽ അധികം ആഭരണങ്ങളോ ചമയങ്ങളോ ഇല്ലാതെ ദീപികയും ശ്രീകുട്ടിയും പാറുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. മഹാദേവനെ സാക്ഷിയാക്കി മാഹി പാറുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി സിന്ദൂരം തൊട്ടുകൊടുക്കുമ്പോൾ മാഹിയെ നോക്കി നിൽക്കുന്ന പാറുവിനെ കാണി അവൻ്റെ ഉള്ളിൽ പുച്ഛം നിറഞ്ഞു. എന്നാൽ അവൾക്കൊരുക്കിയ ചതിയാണ് ഈ കല്യാണമെന്നറിയാതെ അവൾ നല്ലൊരു ജീവിതത്തിനായി മഹാദേവനോട് പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. കാശാണിൽ പാറുവിൻ്റെ സാരി തുമ്പിൽ തൂങ്ങി കൊച്ചു പിള്ളേരെ പോലെ നടക്കുവാണ്. ഏട്ടത്തി ഒന്നിങ്ങോട്ട് നോക്കിക്കേ, ഒരു സെൽഫി എന്ന് പറഞ്ഞ് പാറു നോക്കിയതും കാശി പിക്കെടുത്തു. വാവ് ഏട്ടത്തി, യു ലുക്ക് സോ ക്യൂട്ട്. കാശി പറഞ്ഞുകൊണ്ട് മാഹി അവനെ കൂർപ്പിച്ച് നോക്കി. എൻ്റെ ഏട്ടാ, ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെയാ. പിന്നെയാണെങ്കിലും നോക്കാം. വാ ഏട്ടത്തി, നമുക്ക് 4 പേർക്കും കൂടെ ഫോട്ടോ എടുക്കാം. ക്യാമറ ചേട്ടാ, ഇവരുടെ ഫോട്ടോ മതി, ഇനി ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പാറുവിനെയും വിളിച്ച് കാശി പോയി. പിന്നീട് മാഹിക്ക് അവളെ കാണാൻ കിട്ടിയത് സദ്യ കഴിക്കാൻ നേരത്താണ്. പിന്നെ സാധാരണ കല്യാണം പോലെ കരച്ചിലും വീച്ചിലൊന്നും ഉണ്ടായില്ല. എന്നാലും പാറുവിൻ്റെ ഉള്ളിൽ വേദന നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അവർക്കില്ല. രാത്രി ദേവൻ്റെ അച്ഛനും അമ്മയും ദേവികയും ഉണ്ടായിരുന്നു. അവളെ സെറ്റുമുണ്ടുടിപ്പിച്ച് തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുത്തു. കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്തു. മാഹിയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. റൂമിലെത്തിയപ്പോൾ എവിടെ നിന്നില്ലാത്ത പരവേശം തന്നെ വന്ന് മൂടുന്നത് പാറു അറിഞ്ഞു. ഉള്ളിൽ കയറിയപ്പോൾ മാഹിയെ കണ്ടില്ല. ബാൽക്കണി ഡോർ തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അവിടെ ഉണ്ടെന്ന്. ഡോർ ലോക്ക് ചെയ്തു. കയ്യിലെ പാൽ ബെഡിനടുത്തുള്ള ടേബിൾ വെച്ചു. ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ചയിലൊരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുന്നൊരു മദ്യക്കുപ്പിയും കയ്യിലെരിയുന്ന സിഗരറ്റുമായിരിക്കുന്ന മാഹിയെ എന്തോ അവൾക്കത് അംഗീകരിച്ച് കൊടുക്കാൻ സാധിച്ചില്ല. കാരണം അവൾ അറിഞ്ഞ മാഹി ഇങ്ങനെയല്ലായിരുന്നു. ദേവേട്ട, അവൾ അവനെ കടിപ്പിച്ച് വിളിച്ചു. അവൻ നോക്കിയതും കണ്ടു. കണ്ണു നിറച്ച് അതിലുപരി ദേഷ്യത്തിൽ നിൽക്കുന്ന പാറുവിനെ. ആ വരണം മിസ് ഗൗരി തമ്പുരാട്ടി. ഉയ്യോ സോറി മിസ്സസ് ഗൗരി പാർവതി മഹാദേവ്. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ആടിയാടി റൂമിലേക്ക് കയറി. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, നീ ഇവിടെ വന്നിരിക്കും. അവൻ ബെഡിലിരുന്നു. അവൻ്റെ അടുത്ത് അവളെ വലിച്ചിട്ടു പറഞ്ഞു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ നാസികയിൽ തുളച്ച് കയറി. അവൾ മുഖം തിരിച്ചു. അത് കണ്ട് മാഹിക്ക് ദേഷ്യം കയറി. എന്താടി മോളെ, നിനക്ക് പിടിച്ചില്ലേ? പിടിച്ചാലും പിടിച്ചില്ലേലും എനിക്കൊരു കോപ്പുമില്ല. എല്ലാവരും ഞാൻ നിന്നെ ജീവിതകാലം പൊറപ്പിക്കാനൊന്നുമല്ല കെട്ടിയെടുത്ത്. എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. എന്നാൽ പാറുവിൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താ പറഞ്ഞ് അവൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടിയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് നിന്നോട് പ്രേമവും മണ്ണാങ്കട്ടിയൊന്നും ഇല്ലെന്ന്. എനിക്ക് വേണ്ടത് നിന്റെ ശരീരം മാത്രം. അതിലുപരി എൻ്റെ ലക്ഷ്യം. ഞാൻ ചെറുതായെന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ തന്നെ നീ എന്നെ കല്യാണം കഴിച്ചു. വേറെ ഒരുത്തം വന്ന് വേറെ വല്ലതും കാണിച്ച നീ അവൻ്റെ ഒപ്പം പോകും. അതിനു മുന്നേ എനിക്ക് നിന്നൊന്ന് ശരിക്കും കാണണം. മാഹി ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. പാറുവിൻ്റെ ഷോൾഡറിൽ പിടിച്ചു. പക്ഷെ പാറു അവൻ്റെ കൈ തട്ടി മാറ്റി എണീറ്റു. അവന് നേരെ തിരഞ്ഞു. തന്നെ ചതിക്കുമായിരുന്നല്ലേ? പാറുവിന് വിഷമം കാരണം ശബ്ദമിടറി. നീ എന്ത് വേണേലും വിചാരിച്ചു, മാഹി പുച്ഛത്തോടെ പറഞ്ഞു. ഷി, തന്നെ പോലൊരു ആഭാസിനെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോവാൻ തുടങ്ങിയതും അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ സാരിത്തുമ്പിൽ പിടുത്തമിട്ടു. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ട് ഗൗരി ഞെട്ടിയുണർന്നു. എന്തോ ഓർമ്മയിൽ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എഴുതി എണീറ്റില്ലേ? കാശിയുടെ ശബ്ദം കേട്ട് അവൾ എണീറ്റ് കണ്ണുകൾ തുടച്ച് ഡോർ തുറന്നു. എന്താ കിച്ചു? അവൾ മുഖം കുഞ്ചി ചോദിച്ചു. എൻ്റെ ഇടത്തി എന്തുറക്കുക? അപ്പോഴാണ് കാശി പാറുവിൻ്റെ മുഖത്തെ വിരൽപ്പാട് കണ്ടത്. എഴുതി മുഖത്തെന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാശി അവിടെ തൊടാൻ പോയതും പാറു പിന്നോട്ടാഞ്ഞു. ഇന്നലത്തെ കാര്യം മനസ്സിൽ വന്നു. ഒന്നുമില്ലട ചെക്ക, ബാത്റൂമിലെ ഡോറിലൊന്ന് ഇടിച്ചതാ.
വേറെ ഒന്നില്ല. അവൾ പെട്ടെന്ന് പറഞ്ഞു പതർച്ച പുറത്തു വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ? കാശി വ്യാകുലതയോട് ചോദിച്ചു. ഇല്ല. നീ എന്താ വിളിച്ചേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? താഴെ വായോ, ഞാൻ പുറത്തുനിന്ന് മേടിച്ചു, കാശി പറഞ്ഞു. ഞാൻ വരാം. കാശി പോവാൻ തുടങ്ങിയതും പാറു പിന്നിൽ നിന്ന് വിളിച്ചു. കിച്ചു, നിന്റെ ഏട്ടൻ എവിടെ? അവൾ മുഖം കുനിച്ച് ചോദിച്ചു. ഏട്ടനൊന്നും പറഞ്ഞില്ലേ? ഏട്ടൻ മുംബൈ പോയി ഒരു ബിസിനസ് ആവശ്യത്തിന്. 1 or 2 വീക്കാവും വരാൻ, കാശി പറഞ്ഞു. പാറുവിൻ്റെ ഉള്ളിൽ ആശ്വാസമുളവാക്കുന്ന വാക്കുകളായിരുന്നു. ഞാൻ വരാം, നീ നടന്നു, പാറു പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അത് വെറും ശ്രമം മാത്രമായിരുന്നു. കാശിക്ക് പാറുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ അപാകത തോന്നി. എന്നാൽ അവൻ പുറത്ത് കാണിച്ചില്ല.